Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഡോണട്ട് ആണ്. വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിൾ ആയിട്ടും എങ്ങനെയാണ് നല്ല സ്പഞ്ചി ആയിട്ടുള്ള ഡോണട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ്, 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര, 1/2 കപ്പ് ചെറു ചൂടുള്ള പാല് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ച് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായി ഫെർമെൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുക. ഒരു മുട്ട മുഴുവനും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ബൗൾ എടുത്ത് അതിലേക്ക് 1.25 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂണോളം പൊടിച്ച പഞ്ചസാര, 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, ഒരു നുള്ള് ഉപ്പ്. ഇത്രയും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് എല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഡോണറ്റിന് മിക്സ് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയത്. അപ്പോൾ ഒത്തിരി ഒട്ടിപ്പോകുന്ന ഒരു പരുവായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് അതിലേക്ക് ഞാൻ കുറേശ്ശെ പൊടി ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ഒട്ടിച്ച് പാടില്ല, എന്നാൽ ഒത്തിരി ഹാർഡ് ആവാനും പാടില്ല. ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ടോട്ടൽ 2.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ 1.25 കപ്പ് എടുത്തിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം ആ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം കുറേശ്ശെ പൊടി എക്സ്ട്രാ ആഡ് ചെയ്യാനായിട്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി ഹാർഡായി പോവും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട്. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് അതിന് മുകളിലും അതുപോലെ നമ്മൾ ഇത് വെക്കുന്ന പാത്രത്തിൻ്റെ ചുറ്റുഭാഗത്തും ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ക്ലീൻ റാപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു മൂടി വെച്ചിട്ടോ ക്ലോസ് ചെയ്തിട്ട് നമുക്കൊരു 2 മണിക്കൂർ ഇതൊന്ന് പൊങ്ങാനായിട്ട് വെക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ പൊങ്ങി ഡബിളായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം വെച്ച സൈസിനേക്കാളും ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വീണ്ടും കൈവച്ച് കുഴച്ച് ആദ്യത്തെ ആ ഒരു സൈസിലേക്ക് തന്നെ എത്തിക്കണം. അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു അതിങ്ങനെ പൊങ്ങിയതൊക്കെ മാറ്റി നല്ലതുപോലെ കുഴച്ചെടുക്കണം ഒന്നും കൂടി. അങ്ങനെ ഞാനിവിടെ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ചെറിയ സൈസായിട്ട് ബോൾ പോലെ എടുത്തിട്ട് മാവ് എടുത്തതിന് ശേഷം ചെറുതായി ഒന്ന് പരത്തിയെടുക്കാം. ഒത്തിരി നൈസായിട്ട് നമ്മൾ തിന്നായിട്ട് പരത്തിയെടുക്കാൻ പാടില്ല. ഒരു ചെറിയ തിക്നെസ്സിൽ വേണം നമ്മൾ മാവ് പരത്തിയെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഡോണട്ട് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇത് പരത്തിയെടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു റൗണ്ടിലുള്ള എന്തെങ്കിലും റൗണ്ട് ഷേപ്പ് കിട്ടുന്ന ഏതെങ്കിലും പാത്രത്തിൻ്റെ മൂടിയോ അല്ലെങ്കിൽ ഗ്ലാസ്സോ ഷാർപ്പ് എഡ്ജുള്ള ഗ്ലാസ്സോ ഒക്കെ വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ റൗണ്ട് ഷേപ്പ് കിട്ടി. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെറിയൊരു മൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ചെറുതായിട്ട് നമ്മൾ നടുഭാഗം കട്ട് ചെയ്യാൻ പാടില്ല. കാരണം ഇത് വീണ്ടും നമ്മൾ ഒരു 10-15 മിനിറ്റ് കൂടി ഒന്ന് മൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇത് വീർക്കുമ്പോൾ ആ റൗണ്ടൊക്കെ നന്നായിട്ട് കുറഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് വട്ടത്തിൽ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഷേപ്പ് നമുക്ക് ഡോണറ്റിന് കിട്ടും. അങ്ങനെ ബാക്കി എല്ലാം മാവും നമുക്ക് റെഡിയാക്കി എടുക്കാം, കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഡോണറ്റിൻ്റെ ഷേപ്പിൽ എല്ലാ മാവും റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് റെഡിയാക്കി വരുന്നതെല്ലാം ഒരു നനഞ്ഞ തുണി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കുക. 15 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് വീണ്ടും നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരും. അപ്പോൾ നന്നായിട്ടൊന്ന് വീർത്ത് വരും. അപ്പോൾ ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓരോ ഡോണട്ടും നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണ ഒത്തിരി ചൂടാവാൻ പാടില്ല. അതുപോലെ ഇത് ഫ്രൈ ചെയ്യുന്നതായാലും സ്ലിമ്മിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോണറ്റിൻ്റെ പുറം ഭാഗമൊക്കെ ബ്രൗൺ ഷെയ്ഡ് ആവും, എന്നാൽ ഉള്ളിലൊന്നും വെന്ത് വരില്ല. പെട്ടെന്ന് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് കുക്കാവുന്നൊരു സംഭവമാണ് ഈ ഒരു ഡോണറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡോണറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഡോണറ്റൊക്കെ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് അത് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക.
അപ്പോൾ നമ്മുടെ അടിപൊളി ഡോണറ്റ് ഇവിടെ റെഡിയായി. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സ് കൊടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഇതിന് മുകളിൽ നമുക്ക് പഞ്ചസാര പൊടിച്ചത് സ്പ്രെഡ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റോ അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റോ ഏതാ വേണമെങ്കിൽ നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അത് ഓരോ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് റെഡിയാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഉൾഭാഗം കണ്ടോ, നല്ല സ്പഞ്ചിയാണ്, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.